കപ്പൽ മുങ്ങിയ വാർത്ത, കൊച്ചിയിൽ കപ്പൽ മുങ്ങിയ വാർത്ത തീരദേശങ്ങളിൽ വലിയ ആശങ്ക പടർത്തിയിരുന്നു. അങ്ങനെ ആശങ്ക പടർത്തിയ സാഹചര്യത്തിൽ ഈ ഒഴുകി നടക്കുന്ന കപ്പലുകൾ തെക്കൻ തീരങ്ങളിൽ കൂടുതലായി അടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം, വർക്കല, പാപനാശം ബീച്ചിൽ ഉൾപ്പെടെ കണ്ടെയ്നറുകൾ എത്തിയിരുന്നു. ആ കണ്ടെയ്നറുകളിൽ വെളുത്ത പൊടിയുള്ള പോലുള്ള എന്തോ വസ്തു തീരത്ത് അണയുന്നു എന്ന് ഷിജോ കുര്യൻ അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ന് കൊല്ലത്തും കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിയിട്ടുണ്ട്. കൊല്ലത്ത് കണ്ടെയ്നറുകൾ എത്തിയതിന്റെ വിവരങ്ങളുമായി ലിജോ റോളൻസ് ചേരുകയാണ്. ലിജോ, ഇന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ വന്നോ? അതെല്ലാം കാര്യമായിരുന്നു? അതിലെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടെയ്നറുകൾ മാറ്റാനുള്ള നടപടികളായിരിക്കും ഇന്ന് കൂടുതലും പുരോഗമിക്കുക. കഴിഞ്ഞ ദിവസം തന്നെ ചില കണ്ടെയ്നറുകൾ അത് കെട്ടിവലിച്ചുകൊണ്ട് കൊല്ലം തുറമുഖത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. താന്നി, വെടിക്കുന്ന് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കണ്ടെയ്നറുകൾ അടിയുകയും ചെയ്തിട്ടുണ്ട്. ഇവയൊക്കെ നീക്കം ചെയ്യാൻ ഒരുപക്ഷെ കടൽ മാർഗം നീക്കം ചെയ്യാൻ കഴിയാത്തവയെല്ലാം തന്നെ അത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കട്ട് ചെയ്തുകൊണ്ട് ലോറികളിലേക്ക് മാറ്റി തുറമുഖത്തേക്ക് എത്തിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനായുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക. ഏകദേശം 35ഓളം കണ്ടെയ്നറുകളാണ് ഇതുവരെയായിട്ട് കൊല്ലം, ആലപ്പുഴ തീരങ്ങളിലായിട്ട് എത്തിയിട്ടുള്ളത്. ഇവയിൽ കൂടുതലും ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണ്. മറ്റ് ചിലതിലൊക്കെ തന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല എന്ന് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇന്നും കണ്ടെയ്നറുകൾ ഒഴുകിയെത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥർ, കോസ്റ്റ് ഗാർഡിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത്. അധികം വൈകാതെ തന്നെ, അതായത് ജനവാസ മേഖലയോട് ചേർന്നുള്ള സ്ഥലങ്ങളിലാണ് ഈ കണ്ടെയ്നറുകളെല്ലാം തന്നെ അടിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഇവയെല്ലാം തന്നെ നീക്കം ചെയ്യണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കടൽ മാർഗം മാറ്റാൻ കഴിയുന്നവ, അതായത് ഒഴുകി നടക്കുന്നവയും മറ്റുമെല്ലാം തന്നെ കെട്ടിവലിച്ചത് കൊല്ലം തുറമുഖത്തേക്ക് എത്തിച്ചതിന് ശേഷം സുരക്ഷിതമായി അതിനെ മാറ്റുക, അതായത് കമ്പനി ഇടപെട്ടുകൊണ്ട് മാറ്റുവാനും മറ്റുള്ളവയെല്ലാം തന്നെ അതിനെ കട്ട് ചെയ്ത് അതിനുശേഷം ലോറിയിൽ അതിനെ മാറ്റാനുള്ള നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ജില്ലാ ഭരണകൂടം ഇന്നും അത് സംബന്ധിച്ച യോഗം ചേർന്നുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ശരി ലിജോ, ഏതായാലും കൂടുതൽ കണ്ടെയ്നറുകൾ ഇനിയും തെക്കൻ തീരത്ത് അണയാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്തായാലും കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തും തിരുവനന്തപുരത്തെ വർക്കല പോലുള്ള തീരങ്ങളിലും അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനടുത്തേക്ക് പോകരുത് എന്ന നിർദ്ദേശം എല്ലാവരും പാലിക്കേണ്ടതുണ്ട്.